ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. നഗരസഭാ കൗൺസിലർ സ്ഥാനത്തിനായി ആജീവനാന്തം മത്സരിക്കില്ലെന്ന് ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഷൊർണൂർ വിജയൻ പറഞ്ഞു. ജനാധിപത്യത്തിൽ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് മത്സരിക്കാം. പക്ഷേ ഇവിടെ ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി ചെറുപ്പം മുതൽ സ്വന്തം വീട്ടിലെ ബുദ്ധിമുട്ടുകൾ സ്വന്തം ബുദ്ധിമുട്ടുകൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്ക് താഴെ തട്ടിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയിൽ ആരംഭിക്കുന്ന ഒരു മേഖലയാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തല തെരഞ്ഞെടുപ്പ്. അവിടെ ഒരു വട്ടം ഒരു ആൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ജീവിതകാലം മുഴുവൻ അയാൾ തന്നെ മത്സരിക്കുമ്പോൾ 5 വർഷം വീതം പെട്ടെന്ന് ഒരു 10 വട്ടമൊക്കെ മത്സരിച്ച് 50 വർഷം പോയി കിട്ടുമ്പോഴേക്കും നിരവധി യുവാക്കളാണ് വഴിയാധാരമാകുന്നത്. അവർക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നില്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത്, 2 വട്ടം ഏത് ജനപ്രതിനിധി, ഇപ്പോൾ MLA ആവട്ടെ, MP ആവട്ടെ, കൗൺസിലർ ആവട്ടെ, പഞ്ചായത്ത് മെമ്പർ ആവട്ടെ, 2 വട്ടം മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ, ഇനി മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്താൽ കൂടുതലുള്ള ഈ യുവാക്കൾക്കും വളർന്നു വരുന്ന യുവതലമുറയ്ക്കൊക്കെ അവസരം കിട്ടുകയും പുതിയ ആശയങ്ങൾ ഭരണ സംവിധാനത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പൊതുപ്രവർത്തകർ ഇത് മാതൃകയാക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇങ്ങനെ ആജീവനാന്തം മത്സരിക്കാൻ ഇറങ്ങുന്നവർ പാർട്ടികളുടെ പൊതുശത്രുവായി മാറുന്നുണ്ടെന്നും ഷൊർണൂർ വിജയൻ പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും CPM-ലെത്തിയ ഷൊർണൂർ വിജയൻ ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാവില്ലെന്നും പറഞ്ഞു. എന്ന് തന്നെയാണ് ഞാനിതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് 2 വട്ടം വിജയിച്ച എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പാർട്ടി പ്രതിനിധികൾ പല വാർഡുകളും ചൂണ്ടിക്കാണിച്ചു നമുക്ക് അവിടെ മത്സരിക്കണം, വിജയൻ മത്സരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞ ഇതേ വാക്കാണ്, ഇല്ല, എൻ്റെ ഒരു തീരുമാനം തന്നെയാണ് 2 വട്ടത്തിന് മുകളിൽ മത്സരിക്കില്ല. അത് എനിക്ക് ശേഷം ആരെങ്കിലും ഇത്തരം വാർഡുകളിൽ മത്സരിക്കാൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ അവർ മത്സരിക്കട്ടെ എന്നുള്ള എൻ്റെ ദൃഢമായ നയം പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ ഞാൻ അറിയിച്ചിട്ടുമുണ്ട്. ഇതുതന്നെയാണ് എൻ്റെ തീരുമാനവും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.